വീണ്ടും ഒരു വസന്തം കൂടി. രചനാ സംഭാഷണം രുദ്രാരുദ്രപ്രിയ ഭാഗം 1. പ്രിയപ്പെട്ട കൂട്ടുകാരെ, താലി കഥയ്ക്ക് ശേഷം എൻ്റെ വീണ്ടും പൂർത്തിയായൊരു സ്റ്റോറിയാണ് വീണ്ടും ഒരു വസന്തം കൂടി. 2023 ഈ സ്റ്റോറി ഞാൻ എഴുതിയത്. അപ്പോൾ എല്ലാവർക്കും ഊഹിക്കാൻ കഴിയും ഈ സ്റ്റോറി പൂർത്തിയായതാണ്. ഇതിൻ്റെ ഇടയിൽ ഇനി വേറെ തിരുത്തലുകളൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എൻ്റെ കൂട്ടുകാർ കഥയുടെ കൂടെ കൂടിക്കൊള്ളണേ, അഭിപ്രായങ്ങളൊക്കെ പറയണം. എന്നാൽ കഥ തുടങ്ങട്ടെ. അവൾ ഇതുവരെ ഇറങ്ങിയില്ലേ സുഭദ്രേ? നെഞ്ചും തടവി രാഘവൻ ചോദിക്കുമ്പോൾ തോളിലെ തോർത്തിൽ മുഖം അമർത്തി തുടച്ചു സുഭദ്ര. ഇല്ല, തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നത് കണ്ടു. ഇന്നവൾക്ക് ഉറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല രാഘവേട്ട. അത്രമാത്രം എൻ്റെ കുഞ്ഞ് വിഷമിക്കുന്നുണ്ട്. ഇനിയും വിഷമിച്ചിട്ട് കാര്യമുണ്ടോ? എല്ലാം കഴിഞ്ഞില്ലേ? നാളെ 2 ഒപ്പുകൂടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ. പറഞ്ഞു മുഴുമിപ്പിക്കാനാകാതെ അയാൾ ഉമ്മറത്തെ ചാരുകസേരയിലിരുന്നു. സുഭദ്ര എഴുന്നേറ്റ് ശ്രീനന്ദയുടെ മുറിയിലേക്ക് ചെന്നു. അരണ്ട വെളിച്ചം ജനൽപ്പാളികൾക്കിടയിലൂടെ അരിച്ചിറങ്ങുന്നുണ്ട്. ആ വെളിച്ചത്തിൽ കണ്ടു ചുമരോരം ചരിഞ്ഞു കിടന്നുറങ്ങുന്ന നന്ദുവിനെ. കട്ടിലിൻ്റെ ഓരത്തായി അടുത്ത് ചെന്നിരുന്നു. അവളുടെ തോളിൽ പതിയെ പിടിച്ചു. ഏങ്ങലടികൾക്ക് പിന്നാലെ പൊട്ടിക്കരച്ചിലും ഉയർന്നു കേട്ടു. നെഞ്ചുലഞ്ഞു പോയി സുഭദ്രയുടെ. നന്ദു മോളെ, ചിലമ്പിച്ചു പോയി ഒച്ച. അവൾ മുഖം അമർത്തി തുടച്ചുകൊണ്ട് എഴുന്നേറ്റ് ചുമരിൽ ചാരി അമ്മയെ നോക്കിയിരുന്നു. ഇല്ലമ്മേ, എനിക്കൊരു വിഷമവും ഇല്ല. ഞാൻ ഓരോന്നോർത്ത്. അമ്മ പോയി കിടക്ക്, വെറുതെ ഉറക്കം മുഷിയണ്ട. നിന്റെ സങ്കടം എത്രത്തോളം ഉണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയാതെ ആയിപ്പോയി. ഈ കണ്ണുനീര് ഞങ്ങളുടെ നെഞ്ചു പൊള്ളിക്കുന്നുണ്ട്. നിനക്ക് വേണ്ടി ഒന്നും ചെയ്തു തരാൻ കഴിയാത്ത അച്ഛനും അമ്മയും ആയിപ്പോയി. ഞങ്ങളോട് ക്ഷമിക്കുമോളെ. സാരമില്ലമ്മേ, ഇനി അതൊന്നും ഓർക്കണ്ട. അമ്മ പൊയ്ക്കോ. ആ മുറിയിൽ നിന്നും സുഭദ്ര പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവരുടെ അമ്മ മനസ്സ് മകളെ ഓർത്ത് വിങ്ങി. തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് നേരം വെളുപ്പിച്ചു നന്ദു. 5 മണിക്ക് അലാറം അടിച്ചപ്പോൾ എഴുന്നേറ്റ് മുടി വാരി കെട്ടിവെച്ചു. ബ്രഷും പേസ്റ്റും സോപ്പും കയ്യിലെടുത്ത് റൂമിന് പുറത്തിറങ്ങി. അടുക്കളയിൽ നിന്നും കാച്ചെണ്ണയുടെ കുപ്പിയും എടുത്ത് പുറത്തേക്കിറങ്ങി. അടുക്കള വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി പിൻവശത്തെ ലൈറ്റ് തെളിയിച്ചു. തിണ്ണയിലിരുന്ന് മുടി അഴിച്ചിട്ട് 2 സൈഡിലായി വിടർത്തിയിട്ടു. കുപ്പി തുറന്ന് എണ്ണ പകർന്ന് മുടിയിൽ നന്നായി തേച്ച് പിടിപ്പിച്ചു. അല്പനേരം ആ തിണ്ണയിൽ അവൾ ചാരിയിരുന്നു. പിന്നെ എഴുന്നേറ്റ് പുറത്തെ കുളിമുറി ലക്ഷ്യമാക്കി നടന്നു. തലേ ദിവസം വൈകുന്നേരം കിണറ്റിൽ നിന്നും കോരി വെച്ച വെള്ളമായിരുന്നതുകൊണ്ട് തണുത്ത വെള്ളം പുറത്ത് വീണപ്പോൾ ശരീരമാകെ വിറഞ്ഞുപോയി. പെട്ടെന്നൊരു കുളി പാസാക്കി കയ്യിൽ കരുതിയ ചുരിദാറും ധരിച്ച് മുടി തോർത്തിനുള്ളിൽ പൊതിഞ്ഞു വെച്ചു. അടുക്കള വാതിൽ വഴി തന്നെ അകത്തേക്ക് കയറി. നടുമുറിയും കഴിഞ്ഞ് ഉമ്മറത്തേക്കിറങ്ങി വരാന്തയോട് ചേർന്നുള്ള കുഞ്ഞു പൂജാമുറിയിലേക്ക് കടന്നു. കർപ്പൂരത്തിൻ്റെയും ചന്ദനത്തിൻ്റെയും മണം നാസികയിൽ തുളഞ്ഞു കയറി. സ്വിച്ച് തപ്പിപ്പിടിച്ച് ലൈറ്റിട്ടു. പലകയിൽ നിവർത്തിയിരിക്കുന്ന ഭഗവാന്മാരുടെ ഫോട്ടോയിലേക്ക് മുഖം പതിഞ്ഞു. കള്ള കണ്ണിറുക്കി തന്നെ നോക്കി ചിരിക്കുന്ന കൃഷ്ണവിഗ്രഹം കണ്ണിലുടക്കിയപ്പോൾ നെഞ്ചിനുള്ളിൽ ഒരു നീറ്റൽ അനുഭവപ്പെട്ടു. ഗുരുവായൂർ പോയപ്പോൾ അത്രയേറെ പ്രിയപ്പെട്ട ഒരാൾ വാങ്ങിക്കൊടുത്തത്. വിളക്ക് തുടച്ച് തിരിയിട്ട് എണ്ണ പകർന്ന് തിരി കൊളുത്തി. കൂട്ടത്തിൽ 2 ചന്ദനത്തിരിയും. കൈകൾ കൂപ്പി കണ്ണുമടച്ച് നിൽക്കുമ്പോൾ എന്താണ് പ്രാർത്ഥിക്കാനുള്ളതെന്ന് ഒരു വേള അവൾ മറന്നുപോയി. 2 തുള്ളി കണ്ണുനീർ കവിളുകളിൽ കൂടി നിലത്തേക്ക് വീണ് ചിതറി. ലൈറ്റണച്ച് പൂജാമുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി. അടുക്കളയിൽ ചായയ്ക്ക് വെള്ളം വെച്ച് 3 ഗ്ലാസ് കട്ടൻ കാപ്പിയും ഇട്ടുകൊണ്ട് പുറത്തേക്ക് വരുമ്പോൾ മുന്നിൽ നിൽക്കുന്നു അമ്മ. കുളിയും കഴിഞ്ഞോ മോളെ? ഇത്രയും നേരത്തെ കുളിക്കണമായിരുന്നോ? ശീലങ്ങൾക്കൊന്നും ഇതുവരെയും മാറ്റം വരുത്താത്തത് കൊണ്ട് 5 മണിക്ക് ശേഷമുള്ള ഉറക്കം തീരെ നിശ്ചയമില്ല. അമ്മ ഇത് കുടിക്ക്, എന്നിട്ട് അച്ഛനും എടുത്ത് കൊടുക്ക്. നേരം പോകും. ഞാനൊന്ന് വേഗം റെഡിയാവട്ടെ. 7:30 മണിക്കൊരു ബസ്സുണ്ട്. നേരത്തിന് പോയില്ലെങ്കിൽ കോടതിയിലെത്താൻ പറ്റൂ. നീ ഒറ്റയ്ക്ക് പോകണ്ട, അച്ഛനും കൂടി വരാമെന്ന് പറഞ്ഞു. അത് വേണ്ടമ്മ, ഈ ഒരു അവസ്ഥയിൽ അച്ഛൻ എൻ്റെ ഒപ്പം വരണ്ട. ഞാൻ രമേശ് ചേട്ടനെ കൂട്ടിപ്പോകാം. രമേശൻ, അവനുള്ളത് കാര്യമായി. അച്ഛൻ്റെ ആകം സ്വന്തമെന്ന് പറയാൻ അവനേ ഉള്ളൂ. സുശീല മരിച്ചതിൽ പിന്നെ അവനും ശിവൻ ചേട്ടനും തീർത്തും തനിച്ചായി. അങ്ങനെയാണ് നമ്മുടെ കൂടെ വന്നു ചേർന്നത്. അച്ഛനും മോനും അമ്മയും കൂടി എന്ത് സന്തോഷത്തോടു കൂടി കഴിഞ്ഞതാ. ദൈവം അവൾക്ക് ഇങ്ങനെയൊരു വിധി വെച്ചിരിക്കുമെന്ന് ആരെങ്കിലും കരുതിയോ? കൊറോണ സമയത്ത് വന്ന പനി അവളെയും കൊണ്ടങ്ങ് പോയി. വല്യച്ഛൻ എന്തിനാ ഇത്രയും നേരത്തെ എഴുന്നേറ്റ് വന്നത്? കുറച്ചുകൂടി കിടക്കാമായിരുന്നില്ലേ? ശിവനെ കണ്ടുകൊണ്ട് നന്ദു ചോദിച്ചു. വല്യച്ഛ അമ്പലം വരെ പോയേച്ചും വരാം.
എൻ്റെ മോൾക്ക് മനസ്സിന് സമാധാനം തരണമെന്ന് ഈശ്വരന്മാരോട് പ്രാർത്ഥിക്കാനല്ലാതെ വല്യച്ഛന് കഴിയില്ലല്ലോ. പറഞ്ഞുകൊണ്ട് ശിവൻ മുറ്റത്തേക്കിറങ്ങി. ബസ് സ്റ്റോപ്പിൽ ചെന്ന് ആദ്യം കണ്ട ബസ്സിൽ തന്നെ കയറി. തോപ്പുംപടിയിലേക്ക് ടിക്കറ്റ് എടുത്തു. ബസ്സിൻ്റെ സൈഡ് സീറ്റിലേക്ക് ചാരിയിരുന്നു. രമേശൻ അവളുടെ അവസ്ഥ നന്നായി അറിയാവുന്നത് കൊണ്ട് തന്നെ ഒന്നും സംസാരിക്കാൻ മുതിർന്നില്ല. കോടതിയുടെ മുക്കിൽ ബസ് നിർത്തുമ്പോൾ രണ്ടുപേരും ഇറങ്ങി. രാവിലെ ഇറങ്ങിയതല്ലേ നന്ദു? സമയം 10 മണിയായി. നമുക്ക് എന്തെങ്കിലും കഴിക്കാം. എനിക്ക് വിശക്കുന്നില്ല. ഏട്ടന് വേണമെങ്കിൽ എന്തെങ്കിലും കഴിക്ക്. ഞാനും കൂടി വരാം. അത് വേണ്ട. നീ കഴിക്കുന്നില്ലെങ്കിൽ എനിക്കും വേണ്ട. കഴിച്ചാൽ തൊണ്ടയിൽ നിന്ന് ഇറങ്ങില്ല. അതുകൊണ്ടാണ്. എന്നാൽ നീ വാ, നമുക്കൊരു ചായ കുടിക്കാം. മനസ്സില്ലാ മനസ്സോടെ രമേശൻ്റെ ഒപ്പം അടുത്ത് കണ്ട ചായക്കടയിൽ കയറി ഓരോ ചായ കുടിച്ചു. കോടതി വരാന്തയിൽ ഇരിക്കുമ്പോൾ അഡ്വക്കേറ്റ് പ്രഭാവതി അവർക്ക് മുന്നിൽ വന്നു. പ്രഭാവതിയെ കണ്ടതും നന്ദു ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റു. അവളുടെ മുഖം കണ്ടപ്പോൾ അവർക്ക് വല്ലാത്ത വേദന തോന്നി. ഇതുകൊണ്ടൊന്നും ഒന്നും അവസാനിക്കുന്നില്ല എന്ന് എൻ്റെ മനസ്സ് പറയുന്നു. സമാധാനത്തോടെ ഇരിക്കണം. അവളോട് പറഞ്ഞുകൊണ്ട് അഡ്വക്കേറ്റ് അകത്തേക്ക് പോയി. എവിടെ മാധവ? ദ ഗ്രേറ്റ് സത്യപ്രതാപ്? കരുണാകര മേനോൻ മകൻ മാധവനോട് തിരക്കി. അച്ഛാ, അവൻ റെഡിയാവുന്നു, ഇപ്പോൾ വരും. പതർച്ചയോടെ മാധവൻ മറുപടി പറഞ്ഞു. അയാളുടെ തീരുമാനത്തിന് മാറ്റമില്ല അല്ലേ? വീണ്ടും മൂർച്ചയേറിയ ചോദ്യം. ഇല്ലച്ചാ, അവൻ്റെ തീരുമാനം മറ്റാരെക്കാളും നന്നായി അച്ഛനറിയില്ലേ? കനപ്പിച്ചൊരു മൂളൽ. അതായിരുന്നു മറുപടി. ആരൊക്കെയാ ഇന്ന് കോർട്ടിൽ വരുന്നത്? സത്യയും മാളവും രവീന്ദ്രനും സാഗറും. വേറെ ആരും വരുന്നില്ലേ? മാധവൻ വരുന്നില്ലേ? ഇല്ലച്ചാ, ഞാൻ വരുന്നില്ല. എനിക്ക് മാധവൻ പകുതിയിൽ നിർത്തി. ശരി, ഞാൻ പോകുന്നുണ്ട്. സത്യയോട് പറഞ്ഞേക്ക്. പിന്നെ ബാലനോട് കാർ ഇറക്കാൻ പറ. മാധവൻ ഒന്നും മിണ്ടാതെ മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി. പുറത്ത് അച്ഛൻ്റെ പ്രതികരണം അറിയാൻ കാത്തു നിന്ന ഭാര്യ സുമതിയോട് അച്ഛൻ്റെ തീരുമാനം അറിയിച്ചു. പിന്നിൽ നിൽക്കുന്ന അനിയൻ രവീന്ദ്രൻ്റെ ഭാര്യ ലതികയുടെ മുഖത്തും ആകാംക്ഷ. സുമതി നിറഞ്ഞ കണ്ണുകൾ തുടച്ചു. എന്തിനാണ് ഈശ്വരൻ ഇങ്ങനെയൊരു വിധി ഒരുക്കി വെച്ചത്? സത്യ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്നു. മുത്തശ്ശൻ നിന്നെ അന്വേഷിച്ചു സത്യ. ആരുടെയും മുഖത്ത് നോക്കാതെ അവൻ മുത്തശ്ശൻ്റെ മുറിയിലേക്ക് പോയി. അവൻ്റെ പോക്കും നോക്കി അമ്മയും അച്ഛനും ചെറിയമ്മയും അങ്ങനെ നിന്നു. അവനെയും കുറ്റം പറയാൻ കഴിയില്ല. ആരുടെ ഭാഗത്ത് നിൽക്കണമെന്നറിയാതെ കുഴങ്ങിയിരിക്കുന്നു എല്ലാവരുടെയും മനസ്സ്. ഇനി വരുന്നതെന്തും അനുഭവിക്കാൻ എല്ലാവരുടെയും മനസ്സ് പാകമായി. മുത്തശ്ശൻ എന്നെ തിരക്കിയോ? സത്യയുടെ ചോദ്യം കേട്ട് കരുണാകര മേനോൻ്റെ കണ്ണുകൾ കുറുകെ വെച്ചിരുന്ന കൈയെടുത്ത് മാറ്റി മുന്നിൽ നിൽക്കുന്ന കൊച്ചുമകൻ്റെ മുഖത്തേക്ക് നോക്കി. ഈശ്വരമംഗലം തറവാടിൻ്റെ തകർന്നു തുടങ്ങിയ ബിസിനസ് സാമ്രാജ്യത്തെ സ്വന്തം ബുദ്ധിയും കഴിവും ഉപയോഗിച്ച് ഉയർത്തിയെടുത്ത ദ ഗ്രേറ്റ് സത്യപ്രതാപ്. ബിസിനസ്സിൽ തൻ്റേതായ ഇരിപ്പിടം കുറഞ്ഞ കാലം കൊണ്ട് തന്നെ അവൻ ഉണ്ടാക്കിയിട്ടുണ്ട്. മറ്റുള്ള കമ്പനിക്കാർ വരെ സത്യയുടെ വളർച്ചയിൽ അസൂയയോടെ നോക്കുന്നുണ്ട്. ലോകപ്രശസ്ത ഫോർമുല 1 ഡ്രൈവർ മൈക്കിൾ ഷൂമാക്കറെ റോൾ മോഡലാക്കി അനവധി കാറോട്ട മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് സത്യപ്രതാപ്. കാർ റേസ് എന്നാൽ അത്രയും ഭ്രാന്താണ് സത്യയ്ക്ക്. അവൻ്റെ മുറിയിൽ നിറയെ മത്സരങ്ങളിൽ നേടിയ സമ്മാനങ്ങളായിരുന്നു. ബിസിനസ് കഴിഞ്ഞാൽ അവൻ്റെ ജീവശ്വാസം. മുത്തശ്ശ. സത്യയുടെ വിളിയിൽ ആലോചനകൾ പകുതിയിൽ മുറിഞ്ഞു. സത്യ, ഞാനും വരുന്നു കോർട്ടിലേക്ക്. മുത്തശ്ശ, അത് വേണ്ട, ഞാൻ മാനേജ് ചെയ്തോളാം. ഇല്ല, എനിക്ക് അവളെ ഒരിക്കൽ കൂടി കാണണം. മുത്തശ്ശൻ പറയുന്ന കാര്യങ്ങൾ ഇന്ന് വരെ സത്യ അനുസരിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ ഈയൊരു കാര്യത്തിന് അത് തെറ്റിക്കുകയാണ്. മുത്തശ്ശൻ്റെ മുഖത്തേക്ക് നോക്കാതെ മറ്റെവിടേക്കോ ദൃഷ്ടി പതിപ്പിച്ചാണ് സത്യ അത്രയും പറഞ്ഞത്. എനിക്ക് നിന്നെ മനസ്സിലാകുന്നുണ്ട്. എനിക്ക് മാത്രമല്ല, ഇവിടെയുള്ള എല്ലാവർക്കും. അതുകൊണ്ടാണ് നിൻ്റെ ഈ തീരുമാനത്തിന് ഞങ്ങൾക്കാർക്കും എതിര് പറയാൻ കഴിയാത്തത്. പക്ഷേ മോനെ, ഒരുപാട് വേദനിക്കുന്നുണ്ട് ഇവിടെ എല്ലാവരും. അതിനേക്കാളൊക്കെ ആ പെൺകുട്ടി. ഇനി അതൊന്നും പറഞ്ഞ് സമയം പാഴാക്കേണ്ട, നമുക്കിറങ്ങാം. ബാലേട്ടൻ്റെ കാർ മുത്തശ്ശനെയും സത്യയെയും കൊണ്ട് ഗേറ്റ് പിന്നിടുമ്പോൾ പിന്നാലെ രവിയും മാളുവും സാഗറും കൂടി മറ്റൊരു കാറിൽ. കയ്യിലിരിക്കുന്ന മൊബൈലിലെ ചിത്രങ്ങളിലൂടെ നന്ദു കണ്ണോടിച്ചു. അവൾക്കൊപ്പം നിൽക്കുന്ന ആളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ കണ്ണുകൾ നിറഞ്ഞു. കോടതി വളപ്പിലേക്ക് കയറി വരുന്ന ആഡംബര കാറുകൾ കണ്ടപ്പോൾ അറിയാതെ ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റ് പോയി. കാറുകൾ ഓരോന്നായി നിർത്തിയപ്പോൾ രമേശിന് പിന്നിലേക്ക് മാറി നിന്നു നന്ദു. നോക്കണ്ട എന്ന് എത്ര കരുതിയിട്ടും കണ്ണുകൾ ചതിക്കുന്നു. ഇടനാഴിയുടെ മറ്റൊരു വശത്തുകൂടി രമേശൻ്റെ പിന്നാലെ ഇന്ദു അഡ്വക്കേറ്റിൻ്റെ റൂമിലേക്ക് നടന്നു. അവരെ കണ്ടതും പ്രഭാവതി പുഞ്ചിരിയോടെ സ്വീകരിച്ചു. അവരെത്തിയല്ലേ? രമേശനടുത്തായുള്ള കസേരയിൽ നന്ദു ഇരുന്നു. അപ്പോഴേക്കും കരുണാകര മേനോനും സത്യപ്രതാപും
മാളുവും രവിയും എല്ലാവരും മുറിയിലേക്ക് കയറി കഴിഞ്ഞു. പ്രഭാവതി എല്ലാവർക്കും ഹൃദ്യമായ പുഞ്ചിരി സമ്മാനിച്ചു. സത്യയുടെ മുഖം മാത്രം കല്ലിച്ച ഭാവത്തിൽ തന്നെയായിരുന്നു. മ്യൂച്വൽ ഡിവോഴ്സ് ആയതുകൊണ്ട് തന്നെ ഇരുവരും അംഗീകരിച്ച ക്ലോസുകൾ മാത്രം വായിക്കാം. അഡ്വക്കേറ്റ് ഓരോന്നായി വായിക്കുമ്പോഴും ഇരു കൂട്ടരുടെയും ഭാഗത്ത് മൗനം മാത്രമായിരുന്നു. സെറ്റിൽമെൻറ്റിനെ കുറിച്ചെല്ലാം വിശദമായി തന്നെ പറഞ്ഞു കേൾപ്പിച്ചു. നന്ദുവിന് കനത്തൊരു തുക നഷ്ടപരിഹാരമായി കൊടുക്കാമെന്ന് ക്ലോസിൽ വ്യക്തമായി എഴുതി ചേർത്തു. അപ്പോൾ നമുക്കിനി ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. സത്യ സാഗറിൻ്റെ കയ്യിലിരുന്ന ബാഗിൽ നിന്നും ചെക്ക് കയ്യിലേക്ക് വാങ്ങി ഒരു ബ്ലാങ്ക് ചെക്ക് എഴുതി അഡ്വക്കേറ്റിൻ്റെ കൈവശം ഏൽപ്പിച്ചു. ഇതിൽ തുക എഴുതിയിട്ടില്ല. എത്ര വേണമെങ്കിലും ശ്രീനന്ദയ്ക്ക് എഴുതിയെടുക്കാം. അവൻ്റെ ശബ്ദം മാത്രം ആ മുറിക്കുള്ളിൽ മുഴങ്ങിക്കേട്ടു. അഡ്വക്കേറ്റ് അവളുടെ നേർക്ക് ചെക്ക് നീട്ടുമ്പോൾ, എനിക്കൊരു ആനുകൂല്യവും വേണ്ട എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ. ഒരു സെറ്റിൽമെൻറ്റും എനിക്ക് വേണ്ട. തരാൻ കഴിയുമെങ്കിൽ ഈ താലിമാല മാത്രം എനിക്ക് വേണം. ഇമ്പോസിബിൾ. അത് നടക്കില്ല. എൻ്റെ പേരിലുള്ള താലി ഇനിയും നിൻ്റെ കഴുത്തിൽ കിടക്കാൻ ഞാൻ അനുവദിക്കില്ല. അതെനിക്ക് വേണം. പകരം എന്ത് വേണമെങ്കിലും ശ്രീനന്ദയ്ക്ക് ആവശ്യപ്പെടാം. ഇതിൽ കുറഞ്ഞ മറ്റൊന്നും എനിക്ക് ആവശ്യമില്ല. അവളുടെ വാക്കുകൾക്കും അത്രയേറെ മൂർച്ചയേറിയിരുന്നു. കരുണാകരമേനോൻ്റെ മുഖത്തേക്ക് എത്തി നിന്നു നന്ദുവിൻ്റെ നോട്ടം. അവളുടെ നോട്ടം താങ്ങാൻ കഴിയാതെ അയാൾ മുഖം താഴ്ത്തി. ഇതിൽ കൂടുതലായി ഒന്നും എനിക്ക് സംസാരിക്കാനില്ല. പ്രഭാവതി നൽകിയ പേപ്പറിൽ രണ്ടുപേരും ഒപ്പുവെച്ചു. കഴുത്തിൽ കിടന്ന താലി അഴിച്ചെടുത്ത് സത്യയുടെ കൈകളിൽ വെച്ച് കൊടുക്കുമ്പോൾ അതിൽ നന്ദുവിൻ്റെ കണ്ണുനീർ തുള്ളി കൂടി ഉണ്ടായിരുന്നു. അവളുടെ അവസ്ഥ കണ്ടപ്പോൾ മാളുവിനും സാഗറിനും രവിക്കും സഹിക്കാൻ കഴിഞ്ഞില്ല. ഏട്ടത്തി, മാളുവിൻ്റെ നാവ് അറിയാതെ ചലിച്ചുപോയി. സത്യയുടെ കൂർത്ത നോട്ടത്തിൽ അവൾ തലകുനിച്ചു നിന്നു. നന്ദു ഒന്നും മിണ്ടാതെ ബാഗുമെടുത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയി. അവൾക്ക് പിന്നാലെ രമേശനും. പുതിയ സ്റ്റോറിയാണ്. നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടുന്ന തീം. അതുകൊണ്ട് എല്ലാവരും വായിച്ച് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ.